അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി എന്തും പടച്ചുണ്ടാക്കുന്ന മാധ്യമ ശൈലിക്കും അധികാരത്തിനു വേണ്ടി കുതികാൽ വെട്ടി നടത്തുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കും കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ കേരള രാഷ്ട്രീയത്തിലെ പുത്തൻ സമവാക്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പോരാളിയായി ശശി തരൂർ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷത്തിന്റെ പാളയത്തിലെത്തിക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തിയ ഗൂഢ നീക്കങ്ങൾ ഇപ്പോൾ പാടെ പൊളിഞ്ഞിരിക്കുകയാണ്. വായുവിൽ വെടിയുതിർക്കുന്നത് പോലെ അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ പടച്ചുവിട്ടവർക്കും തരൂരിനെ മുൻനിർത്തി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചവർക്കും ഇപ്പോൾ മറുപടി നൽകാൻ വാക്കുകളില്ലാത്ത അവസ്ഥയാണ്. സത്യത്തിൽ ഈ നിമിഷം കേരളം ഉറ്റുനോക്കുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ ശശി തരൂർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഒപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ വഴിത്തിരിവായി പ്രിയങ്ക തന്ത്രവും പുറത്തു വരികയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ പ്രചരിച്ച കഥകൾ തുടങ്ങുന്നത് ദുബായിയിൽ നിന്നാണ്. ശശി തരൂർ ദുബായിയിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രത്യേക ദൂതൻ അദ്ദേഹത്തെ കണ്ടുവെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂരിനെ അവതരിപ്പിക്കാൻ വലിയ ഓഫറുകൾ മുന്നോട്ട് വെച്ചെന്നായിരുന്നു പ്രചരണം. മൂന്നാമൂഴം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തരൂരിനെ പോലെ ഒരാളെ മുന്നിൽ നിർത്തുക എന്നതായിരുന്നു ഇടത് കേന്ദ്രങ്ങളുടെ പദ്ധതിയെന്ന് വാർത്തകൾ പരന്നു. ഇതിനായി ഒരു പ്രമുഖ വ്യവസായി ഇടനിലക്കാരനായി നിന്നുവെന്നും ആ വ്യവസായി മറ്റാരുമല്ല എം.എ. യൂസഫ് അലി ആണെന്നും ചിലർ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഈ കള്ളക്കഥകളുടെ ചീട്ടുകൊട്ടാരം തകരാൻ അധിക സമയം വേണ്ടി വന്നില്ല. വിദേശ യാത്ര കഴിഞ്ഞെത്തിയ എം.എ. യൂസഫ് അലി ഈ വാർത്തകളോട് അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. താൻ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ തരൂരിനെ കണ്ടിട്ട് പോലുമില്ലെന്നും ദുബായിയിലെയും നാട്ടിലെയും പത്രക്കാർ ഇത്തരം അനാവശ്യ ഗോസിപ്പുകൾ പടച്ചുവിടരുതെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. വെറും സൗഹൃദത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന ഇത്തരം കഥകൾ അവസാനിപ്പിക്കണമെന്ന യൂസഫ് അലിയുടെ താക്കീത് ശരിക്കും കൊണ്ടത് കള്ളക്കഥകൾ മെനഞ്ഞവർക്കാണ്. വാർത്തകൾ കാട്ടുതീ പോലെ പടരുമ്പോഴും തരൂർ മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം നൽകിയ മറുപടി മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും ഉറക്കം കെടുത്തുന്നതായിരുന്നു. ഇനി ഒരക്ഷരം മിണ്ടരുത് എന്ന കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. തന്നെ കൂടെ കൂട്ടാൻ വലവിരിച്ച ഇടതുപക്ഷത്തിന് തന്റെ രാഷ്ട്രീയ അസ്തിത്വം കോൺഗ്രസിലാണെന്നും കേവലം അധികാരത്തിന് വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നവനല്ല താനെന്നും തരൂർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി അയച്ച ദൂതൻ വഴി തരൂരിന് വലിയ വാഗ്ദാനങ്ങൾ നൽകി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതോടെ വെളിച്ചത്തായി. കോൺഗ്രസിനുള്ളിലെ ചില അസ്വാരസ്യങ്ങളെ പർവ്വതീകരിച്ചു കാട്ടി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചവർക്ക് തരൂരിന്റെ ഈ ആഞ്ഞടി വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മൂന്നാമൂഴം സ്വപ്നം കണ്ട് എന്തും പടച്ചുണ്ടാക്കരുത് എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോടും സംഘത്തോടും പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഈ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും നിർണായകമായ പ്രിയങ്ക തന്ത്രം പുറത്തു വരുന്നത്. തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ചയിലാണെന്നും രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ലെന്നും വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നത്. തരൂരിന്റെ പ്രസക്തിയും അദ്ദേഹത്തിനുള്ള ജനപിന്തുണയും കൃത്യമായി മനസ്സിലാക്കിയ പ്രിയങ്ക ഹൈക്കമാൻഡും തരൂരും തമ്മിലുള്ള മഞ്ഞുരുക്കാൻ മുന്നിട്ടിറങ്ങി. തരൂരിനെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിന് പിന്നിൽ പ്രിയങ്കയുടെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തരൂരിനെ ഒതുക്കാൻ ശ്രമിക്കുന്നവർക്കും അദ്ദേഹത്തെ പാളയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിനുമുള്ള മറുപടിയും ഹൈക്കമാൻഡ് ഇതിലൂടെ നൽകി. പ്രിയങ്ക ഗാന്ധിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് തരൂർ ഇപ്പോൾ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്നത് എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ ഡൽഹിക്ക് പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച കേവലം ഒരു ഔദ്യോഗിക ചർച്ച മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാണ്. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം തരൂരും രാഹുലും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്ക് ഈ കൂടിക്കാഴ്ച വലിയ നിരാശയാണ് നൽകുന്നത്. തന്നെ അവഗണിക്കുന്നു എന്ന പരാതികൾക്ക് പ്രിയങ്ക ഗാന്ധിയുടെ മധ്യസ്ഥതയിലൂടെ പരിഹാരമായതോടെ തരൂർ വീണ്ടും കോൺഗ്രസിന്റെ ഏറ്റവും വിശ്വസ്തനായ പോരാളിയായി മാറി. ഡൽഹിയിലേക്കുള്ള ഈ വിമാനയാത്രയിലൂടെ തരൂർ നൽകുന്നത് ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ്. താൻ ഇവിടം വിട്ട് എങ്ങും പോകുന്നില്ലെന്നും മറിച്ച് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള വലിയ പോരാട്ടങ്ങൾക്കാണ് തുടക്കമിടുന്നതെന്നും അദ്ദേഹം തെളിയിച്ചു. ഇടതുപക്ഷത്തിന്റെ വലയിൽ വീഴാൻ തരൂർ തയ്യാറല്ലെന്ന് വ്യക്തമായതോടെ കേരളത്തിലെ മൂന്നാമൂഴം മോഹങ്ങൾക്കാണ് കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നത്. സത്യത്തെ വളച്ചൊടിച്ച് വാർത്തകൾ നിർമ്മിക്കുന്നവർക്കും കുതികാൽ വെട്ട് രാഷ്ട്രീയം നടത്തുന്നവർക്കും ശശി തരൂർ ഒരു വലിയ പാഠമാണ് നൽകുന്നത്. പടച്ചുണ്ടാക്കിയ കഥകൾക്കും വിരിച്ച വലകൾക്കും ഇനി പ്രസക്തിയില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾ എഴുതാൻ തരൂർ ഡൽഹിയിൽ എത്തുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് വിടുവായുത്തം പറഞ്ഞവർക്കാണ്. ഐക്യത്തോടെയുള്ള കോൺഗ്രസിന്റെ തിരിച്ചുവരവിനാണ് ഇപ്പോൾ ദേശീയ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടരുത്. കാരണം തരൂർ കളി തുടങ്ങിക്കഴിഞ്ഞു. കള്ളക്കഥകൾ കൊണ്ട് കോട്ട കെട്ടിയവർക്ക് ഇനി
പാളത്തിൽ ഒളിക്കാം. കാരണം ഇത് തരൂരിന്റെ മൂന്നാം ഊഴമല്ല, മറിച്ച് കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവിന്റെ പ്രഖ്യാപനമാണ്.